ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോസ് ഓഫ് മോഷനിൽ നിന്നും ന്യൂട്ടൺ സെക്കൻഡ് ലോയും ന്യൂട്ടൺ തേർഡ് ലോയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ F = dp/dt ആണ്. വെയർ എക്സ്റ്റേണൽ ഫോഴ്സ് = 0, dp/dt = 0, ഹിയർ dp = 0, dt ≠ 0 നമുക്ക് എഴുതാവുന്നതാണ്. അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ ന്യൂട്ടൺ തേർഡ് ലോ യൂസ് ചെയ്യുമ്പോൾ m1u1 + m2u2 = m1v1 + m2v2 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ = ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിച്ചുകൊണ്ട് റീകോയിൽ ഓഫ് ഗൺ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ലോക്കൽ പ്രൊപ്പൽഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് = ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് റീകോയിൽ വെലോസിറ്റി v = -mv/m എന്ന് എഴുതാം. മസിൽ വെലോസിറ്റി എന്താണെന്ന് പറയാം. വെടിയുണ്ടയുടെ വെലോസിറ്റിക്ക് പറയുന്ന പേരാകുന്നു മസിൽ വെലോസിറ്റി. തോക്കിന്റെ പിന്നോട്ടുള്ള ചലനത്തിന് പറയുന്ന പേരാകുന്നു റീകോയിൽ ഓഫ് ഗൺ. റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ v = -mv/m എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തോക്കിന്റെ പിന്നോട്ടുള്ള ചലനമാകുന്നു. ദെൻ നമുക്ക് ഇമ്പൾസ്, അതായത് ആവേഗം എന്താണെന്ന് നോക്കാം. ഇമ്പൾസ് I = F × t എന്ന് എഴുതാം, അല്ലെങ്കിൽ I = F × dt എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ F = dp/dt ആണ്. ഇവിടെ നിന്ന് നമുക്ക് F × dt = dp എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇമ്പൾസ് ആക്ക വ്യത്യാസം, അതായത് മൊമെന്റം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇതിനെ ഇമ്പൾസ് മൊമെന്റം തിയറം എന്ന് പറയുന്നു. ഇമ്പൾസ് മൊമെന്റം തിയറം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം. ഇതാകുന്നു ഇമ്പൾസ് മൊമെന്റം തിയറം, അതായത് ആവേഗം = ആക്ക വ്യത്യാസം. നമുക്കിവിടെ ഒരു പ്രോബ്ലം കാണാം. m മാസുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ y = ut + ½ gt² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. എങ്കിൽ വസ്തുവിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് കണക്കാക്കാൻ നമുക്കറിയാം. ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ F = ma ആണ്. ഇവിടെ m എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് m മാസുള്ള ഒബ്ജക്റ്റ് എന്ന്. അപ്പോൾ m അങ്ങനെ എഴുതിയാൽ മതി. ദെൻ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ആക്സലറേഷൻ കാണാനായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആകുന്നു. ഡിസ്പ്ലേസ്മെന്റ് y = ut + ½ gt² ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ കിട്ടും. ദാറ്റ് ഈസ് g കിട്ടും. ആക്സലറേഷൻ = g. അതുകൊണ്ട് ഫോഴ്സ് = m × g എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് രണ്ട് ഇക്വേഷൻ ബേസിൽ എഴുതാവുന്നതാണ്. ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആയിട്ടും വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടും രണ്ട് ഇക്വേഷൻ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നും എഴുതാവുന്നതാണ്. മാസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ F = m × dv/dt = m × a എന്ന് എഴുതാം. വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ F = v × dm/dt എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, വെക്ടറും സ്കെയിലറും. വെക്ടറിൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ടാകും, സ്കെയിലറിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. വെക്ടറിന്റെ ആൻസർ പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഈ 3 വാല്യൂസ് ആകാം. വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു ലെറ്ററിന്റെ മുകളിൽ ഇതുപോലത്തെ ആരോമാർക്ക് കൊടുത്ത് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്ററിനെ ബോൾഡായിട്ട് എഴുതി നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് പൊസിഷൻ വെക്ടർ എന്താണെന്ന് നോക്കാം. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നോക്കാം. പൊസിഷൻ വെക്ടറിനെ സ്ഥാന സദിശം എന്ന് പറയുന്നു. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ മലയാളത്തിൽ സ്ഥാനാന്തര സദിശം എന്ന് പറയുന്നു. എന്താണ് പൊസിഷൻ വെക്ടർ, അതായത് സ്ഥാന സദിശം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ആക്സിസിന്റെ ഒറിജിനിൽ നിന്നും എത്രയാണ് എന്നതാണ് അതിന്റെ പൊസിഷൻ വെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ? രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള നേർരേഖ സ്ഥാനത്തെയാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വാളിറ്റി ഓഫ് വെക്ടർ ആണ്. ഇക്വാളിറ്റി ഓഫ് വെക്ടറിൽ രണ്ട് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് വെക്ടർ A = വെക്ടർ B എന്ന് എഴുതാം. ദെൻ നമുക്ക് സീറോ വെക്ടർ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. സീറോ വെക്ടർ എന്ന് പറയുമ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇതെല്ലാം കാണിക്കുന്ന വെക്ടർ ആകുന്നു സീറോ വെക്ടർ. സീറോ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും, അതിന് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സീറോ വെക്ടറിനെ 0 i ക്യാപ്പ് എന്ന്, 0 j ക്യാപ്പ് എന്ന്, 0 k ക്യാപ്പ് എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. സീറോ വെക്ടറിന്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അഡീഷണൽ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെയാകുന്നു. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് സം ഓഫ് ടു വെക്ടേഴ്സ് ആണ്. സം ഓഫ് ടു വെക്ടേഴ്സിന് നമുക്ക് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ എന്നും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ എന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാവുന്നതാണ്. സം ഓഫ് ടു വെക്ടേഴ്സ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ ഉണ്ട്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ ഉണ്ട്. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടറിൽ ട്രയാങ്കുലർ ഫോമിലായിരിക്കും നമ്മൾ വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ റിസൾട്ടിന്റെ വെക്ടർ R = വെക്ടർ A + വെക്ടർ B ആയിരിക്കും. പാരലോഗ്രാം ലോ ഓഫ് വെക്ടറിലും ഇതുപോലെ തന്നെ നമ്മൾ പാരലോഗ്രാം മോഡലായിരിക്കും നമ്മൾ വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ റിസൾട്ടിന്റെ വെക്ടർ വരുന്നത് ഡയഗണൽ ആയിരിക്കും. ദാറ്റ് ഈസ് വെക്ടർ R = വെക്ടർ A + വെക്ടർ B ആയിരിക്കും. എന്നാൽ ഇവിടുത്തെ റിസൾട്ടിന്റെ വെക്ടറിന് സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. റിസൾട്ടിന്റെ വെക്ടർ R = √A² + B² + 2ab cos θ ആകുന്നു. ഇതേ വെക്ടറിന്റെ തന്നെ ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. tan α = B sin θ / A + B cos θ എന്ന് എഴുതാം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് വെക്ടർ A ക്കും B ക്കും ഇടയിലുള്ള ആംഗിൾ ആകുന്നു. ആൽഫ എന്ന് പറയുന്നത് വെക്ടർ A ക്കും ഡയഗണലിനും ഇടയിലുള്ള ആംഗിൾ ആകുന്നു ആൽഫ. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ ആണ്. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ വെച്ചിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? വെക്ടർ R = √A² + B² + 2ab cos θ ആണ്. ഇതിൽ നിന്നും ഡയറക്ഷൻ tan α = B sin θ / A + B cos θ ആകുന്നു. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് സ്കെയിലർ പ്രൊഡക്റ്റ്, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്, വെക്ടർ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ക്രോസ് പ്രൊഡക്റ്റ് ഉണ്ട്. സ്കെയിലർ പ്രൊഡക്റ്റ് വെക്ടർ A.B = AB cos θ ആകുന്നു. വെക്ടർ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ A × B = AB sin θ n ക്യാപ്പ് ആകുന്നു. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 km/s ആകുന്നു. മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.3 km/s ആകുന്നു.